ഇവിടെ ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് സെൽഫ് ഗോളാണോ എന്നുള്ള പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ ഉടനെ നമ്മൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യക്ക് ചില തിരിച്ചടികൾ ഉണ്ടായേക്കാമെങ്കിലും തീർച്ചയായും ഇത് അമേരിക്കൻ എക്കോണമിയിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള വിശകലനങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സ് ഉണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തും ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് 1900-ഓളം ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സ് ഉണ്ട്. ഈ ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സിലായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും നമ്മൾ ആ സോഴ്സുകൾ, അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന തരത്തിൽ ടൈപ്പ് ഉണ്ടാക്കുകയും കമ്പനികൾ അങ്ങോട്ട് മാറുകയൊക്കെ ചെയ്താൽ അതിനുള്ള സാധ്യതകളാണ് ഇനി കാണുന്നത്. സ്വാഭാവികമായും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരമായി ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ച, അല്ല ഇന്ത്യക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. കാരണം 2024 3,99,395 H1B വിസ ഇഷ്യൂ ചെയ്തതിൽ 71% ഇന്ത്യക്കാരാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 11% ആണ് ഈ ചൈനയിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് പ്രത്യക്ഷത്തിൽ ഇന്ത്യക്ക് നൽകുന്ന ഒരു പണിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു തീരുവയുടെ പിന്നാലെ ഇന്ത്യക്ക് നൽകുന്ന ഒരു തിരിച്ചടി, ഇന്ത്യ എടുത്ത ചില നിലപാടുകൾ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടെടുത്ത തീരുമാനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതിലിവിടെ പ്രധാനമായും അമേരിക്കൻ വൈറ്റ് ഹൗസ് ഭരണകൂടം പറഞ്ഞത് അവിടെയുള്ള ബിരുദധാരികളായ ആളുകൾക്കൊക്കെ തൊഴിൽ ലഭിക്കുന്നില്ല, അവിടെ സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ടായി വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതേസമയം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അവിടെ അമേരിക്കയിൽ ഉള്ള ഇന്ത്യയിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഈ തീരുമാനം ബാധിക്കാതിരിക്കുവാൻ അമേരിക്ക പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക വളരെ ആലോചിച്ച് ഇന്ത്യക്കൊരു പണി കൊടുക്കണം എന്നുള്ള തരത്തിൽ തന്നെ മൂവ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാര്യത്തിൽ ഇവിടെ ഇന്ത്യക്കുള്ള നേട്ടം എന്ന് പറയുന്നത്, ഇന്ത്യ ഈ ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും അവിടെ അതുവഴി മറ്റു രാജ്യങ്ങളുമായി ചില സഖ്യങ്ങൾ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന വിസ നയത്തിലുണ്ടാകുന്ന ഇളവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനും ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ധാരാളം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ പലരെയും കമ്പനികൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളാണ്. അതിപ്പം ആമസോൺ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫോസിസ് ഉണ്ട്, ഇതുപോലെ ധാരാളം ടെക് കമ്പനികളുണ്ട്, അല്ലാതെ ധാരാളമായിട്ടുള്ള ബിസിനസ് മേഖലയിലുള്ള ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കമ്പനികളൊക്കെ ഉണ്ട്. ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ കുറേയൊക്കെ അതിനെ മാനേജ് ചെയ്യും, കാരണം അവർക്കൊക്കെ ആളുകളെ ഈ പറയുന്ന തുക നൽകി കൊണ്ടുപോകാനായി കഴിയും. എന്നാൽ മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം, ഇപ്പം ഇതിൻ്റെ എത്രത്തോളം ഇത് ഇന്ത്യക്കാരിൽ പരിഭ്രമം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ജോസൂട്ടി സാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അവരുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ, കുടുംബ ബന്ധങ്ങളിൽ ഇത് വല്ലാത്തൊരു തരത്തിലുള്ള ഒരു ആകുലത ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ നയം പ്രഖ്യാപിച്ച ഉടനെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സൗദിയിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വന്ന ഫ്ലൈറ്റുകളിൽ നിന്നുള്ള ആളുകൾ ഈ വാർത്ത അറിഞ്ഞ ഉടനെ പരിഭ്രാന്തരായി അതിൽ നിന്ന് പുറത്തേക്ക് പോയതായിട്ടുള്ള വാർത്തകളും, അതായത് ടെക്കുകളായിട്ടുള്ളവർ ഇനി ഇവിടേക്ക് വന്നാൽ തിരിച്ച് അവിടേക്ക് ചെല്ലാൻ കഴിയുമോ എന്നുള്ള ഭയത്താൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളെ പരിഭ്രാന്തിയിലാക്കുന്ന, ഉടനെ തന്നെ അമേരിക്ക അത് വ്യക്തമാക്കി, നിലവിലുള്ളവർക്ക് പ്രശ്നമില്ല, നിലവിൽ വിസ ലഭ്യമായിട്ടുള്ളവർക്ക് പ്രശ്നമില്ല, അവിടെ വർക്ക് ചെയ്തവർക്ക് പുറത്തു പോകാൻ തിരിച്ചു വരാം, അതിന് പ്രത്യേക ഫീസ് നൽകേണ്ടതില്ല. എന്നാൽ പുതുതായി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമാകുന്നു എന്നുള്ളതാണ്. അതായത് ഇനി ഇന്ത്യയിൽ നിന്നുള്ള സ്കിൽഡ് ലേബറേഴ്സ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് എത്തുന്നവർക്കാണ് ഈ വിലക്ക് ബാധകമാകുന്നത്. വിലക്കല്ല, ഇത്രയും വലിയ തീരുവ നൽകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഇത് ഇന്ത്യക്കൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്നു എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ അമേരിക്ക മാത്രം ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റായി കാണുന്നത് എന്നുള്ളതാണ്. അതൊരു പക്ഷേ അവിടെ നൽകുന്ന തൊഴിൽ സുരക്ഷിതത്വമൊക്കെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെ നൽകുന്ന വലിയ സാലറി ഒക്കെ ഉന്നം വെച്ചുകൊണ്ടാണ് നമ്മൾ പലരും അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത സമയത്ത് നടത്തിയ പഠനത്തിലും കേരളം പ്രത്യേകിച്ച് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഒരു താവളമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഇന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അതേ സമയം തന്നെ ഞാൻ പറയുന്നു, കേരളത്തിനും ഇത് വലിയ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു മേഖലയായി ഉള്ള അവസരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ചൈന പുതിയ വിസ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നു, ബ്രിട്ടൻ വലിയ ഇളവുകൾ പ്രഖ്യാപിക്കുന്നു. ചൈനയിലേക്ക് ചെല്ലുന്ന ഒരു കമ്പനിയുടെ ഒരു ഇൻവിറ്റേഷൻ പോലും വേണ്ട, അല്ലാതെ തന്നെ ചെല്ലാം എന്നുള്ളതാണ്. അവർക്ക് ഒരു സ്പോൺസർഷിപ്പ് വേണ്ട, ഇൻവിറ്റേഷൻ വേണ്ട, ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ചൈനയിലേക്ക് പോകുവാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. ഇത് അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു മത്സരം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ടെക്നോളജിയുടെ മേഖലയിലാണ് ചൈന ഏറെക്കുറെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്.
അത് AI മേഖലയിലായാലും സെമി കണ്ടക്ടർ മേഖലയിലായാലും ഇങ്ങനെയുള്ള ധാരാളം സോഫ്റ്റ്വെയർ രംഗത്തും ഒക്കെ ധാരാളം പൈസ ചെലവാക്കുന്ന ഒരു രാജ്യവുമായി അമേരിക്ക മത്സരിക്കുകയാണ്, ചൈന അങ്ങോട്ട് മത്സരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ ഈ ഒരു പദ്ധതിയുമായി അമേരിക്ക ഇപ്പം ട്രംപ് പ്രഖ്യാപിച്ച തീരുവ നയം അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളത്തേക്ക് ഇന്ത്യക്ക് ഒരു സെറ്റ് ബാക്ക് നൽകാം എന്നല്ലാതെ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരസ്പര ആശ്രയത്തിൽ പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നയങ്ങളുമായി അധികം നാൾ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യയും ചൈനയും ആഫ്രിക്കയും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി ഏറെക്കാലം ട്രംപിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞതുപോലെ ഈ നയങ്ങളോടൊക്കെ അമേരിക്കൻ ജനത പരിപൂർണമായി പിന്തുണയ്ക്കുന്നു എന്നുള്ള തോന്നലൊന്നും വേണ്ട. അവിടെ ഈ നടത്തിയ സർവേകൾ, പ്രത്യേകിച്ച് പ്യൂ ഗ്ലോബൽ റിസർച്ച് ഒക്കെ നടത്തിയ പഠനങ്ങളിൽ, അമേരിക്കയിൽ തന്നെ നടത്തിയിട്ടുള്ള പഠനങ്ങളിലും ഒക്കെ ഇപ്പോൾ നിരന്തരമായി ട്രംപിൻ്റെ പോപ്പുലാരിറ്റി വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വളർച്ചാ നിരക്ക് ഏതാണ്ട് 2% പോയിരുന്ന രാജ്യം ഇപ്പോൾ ഏതാണ്ട് 1.5% മാറുകയാണ്. ഒരു ചെറിയ സെറ്റ് ബാക്ക് അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികൾ നേരിട്ട് അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ സ്വാഭാവികമായും അമേരിക്കയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ ആളുകൾക്ക് കനത്ത ഫീസ് ഈടാക്കുമ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് പോകാതെ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറും എന്ന് മാത്രമല്ല, പല കമ്പനികളും ഇപ്പം അമേരിക്കയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഇവിടെ നിന്നുള്ള ആളുകൾ വിസയ്ക്ക് പൈസ മുടക്കിയൊന്നും അല്ല പോകുന്നത്. അവിടെയുള്ള കമ്പനികൾ സ്പോൺസർ ചെയ്ത് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനികൾ സ്പോൺസർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയുള്ള കമ്പനികൾ ഇനി കൂടുതൽ സൗകര്യമായിട്ടുള്ള മേഖലകളിലേക്ക് അവരുടെ പ്രവർത്തനം മാറ്റും. ഈ ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സിൻ്റെ പ്രവർത്തനത്തെ അവർ വേണ്ട തരത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറും. ഇത് ഇന്ത്യക്കല്ല ദോഷം ചെയ്യുക, കൂടുതലും അമേരിക്കയ്ക്കാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണം.